രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കൊടും ക്രൂരതയെക്കുറിച്ചുള്ള പെൺകുട്ടിയുടെ നടുക്കുന്ന മൊഴി വിവരങ്ങൾ ന്യൂസ് മലയാളത്തിന്. മാങ്കൂട്ടത്തിലിനെതിരെ ബലാത്സംഗത്തിന് കേസെടുത്തു. രാഹുൽ പരാതിക്കാരിയെ നിരന്തരം ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നും ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു. രാഹുലിന്റെ സുഹൃത്ത് വഴി തിരുവനന്തപുരത്ത് വെച്ചാണ് യുവതിക്ക് ഗർഭചിത്രത്തിനുള്ള മരുന്ന് നൽകിയതെന്നും പോലീസ് കണ്ടെത്തി. ജാമ്യമില്ലാ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതിനിടെ മുൻകൂർ ജാമ്യത്തിനായി മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരതയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയതെന്ന് വ്യക്തമാക്കുന്നതാണ് എഫ്ഐആർ. രാഹുൽ യുവതിയെ നിരന്തരമായ പീഡനത്തിനിരയാക്കി. 2025 മാർച്ച് 4 തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ പരാതിക്കാരിയുടെ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു ആദ്യം പീഡനത്തിനിരയാക്കിയത്. ലൈംഗിക ബന്ധത്തിന് വിസമ്മതിച്ച പെൺകുട്ടിയെ മർദ്ദിച്ചും ഭീഷണിപ്പെടുത്തിയുമാണ് രാഹുൽ പീഡനത്തിനിരയാക്കിയത്. തുടർന്ന് 2025 മാർച്ച് 17 യുവതിയുടെ ഫ്ളാറ്റിലെത്തിയ രാഹുൽ ഭീഷണിപ്പെടുത്തി നഗ്ന വീഡിയോ ചിത്രീകരിച്ചു. പീഡന വിവരം പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണി മുഴക്കി. ഇതോടെ യുവതി മാനസികമായും ശാരീരികമായും തകർന്നു. മാർച്ച് 17 ചിത്രീകരിച്ച വീഡിയോ ഉപയോഗിച്ചായിരുന്നു തുടർന്നുള്ള ഭീഷണി. 2025 ഏപ്രിൽ 22 തൃക്കണ്ണാപുരത്തെ വീട്ടിൽ വെച്ച് വീണ്ടും ലൈംഗിക പീഡനത്തിനിരയാക്കി. ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും രാഹുൽ യുവതിയെ പീഡിപ്പിക്കുകയായിരുന്നു. തുടർന്ന് യുവതിയെ പാലക്കാട്ട് ഫ്ളാറ്റിലേക്ക് എത്താൻ നിർബന്ധിച്ചു. വഴങ്ങാതെ വന്നതോടെ വീണ്ടും ഭീഷണി. തുടർന്ന് 2025 മെയ് മാസം അവസാനത്തോടെ യുവതിയെ ഫ്ളാറ്റിലെത്തിച്ച് 2 ദിവസം പീഡനത്തിനിരയാക്കി. കാര്യങ്ങൾ കൈവിട്ടുപോകുമെന്ന് മനസ്സിലായതോടെ കുഞ്ഞിനെ നശിപ്പിക്കാനായിരുന്നു രാഹുലിന്റെ അടുത്ത നീക്കം. ഇതിനായി ബംഗളൂരുവിൽ നിന്നും ഭ്രൂണഹത്യയ്ക്കുള്ള മരുന്നെത്തിച്ചു. സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായ ജോബി ജോസ് വഴി മരുന്നെത്തിച്ചു. 2025 മെയ് 30 തിരുവനന്തപുരത്ത് കൈമനത്തേക്ക് വരാൻ യുവതിക്ക് നിർദ്ദേശം നൽകി. കൈമനത്തെത്തിയ യുവതിക്ക് ജോബിയുടെ കാറിൽ വെച്ചാണ് ഭ്രൂണഹത്യയ്ക്കുള്ള മരുന്ന് നൽകിയത്. പെൺകുട്ടി വിസമ്മതിച്ചപ്പോൾ വീഡിയോ കോളിലൂടെ മരുന്ന് കഴിക്കാൻ രാഹുൽ നിർബന്ധിച്ചു. തന്റെ കൺമുന്നിൽ വെച്ച് യുവതി മരുന്ന് കഴിച്ചെന്ന് രാഹുൽ ഉറപ്പിച്ചു. പെൺകുട്ടിയുടെ മൊഴി പ്രകാരം കേരള രാഷ്ട്രീയം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറ്റകൃത്യത്തിനാണ് ഒരു യുവ MLA നേതൃത്വം നൽകിയത്. നെയ്യാറ്റിൻകര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. പോലീസിനൊപ്പമാണ് യുവതി കോടതിയിലെത്തിയത്. അതേസമയം അറസ്റ്റ് ഉറപ്പായതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിനായി തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചു. പെൺകുട്ടിയെ ഗർഭിണിയാക്കിയിട്ടില്ലെന്നാണ് മാങ്കൂട്ടത്തിലിന്റെ വാദം. പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് ഉണ്ടായത്. ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പരാതിക്ക് പിന്നിൽ BJP CPIM സഖ്യമെന്നും ജാമ്യാപേക്ഷയിൽ ആരോപിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ പീഡന പരാതി അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വം നൽകുന്ന സംഘത്തിൽ DCPമാരും ഉൾപ്പെടും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.